സ്റ്റുഡൻസ്, ഇൻകം ടാക്സിനകത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ റിലവൻസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? പോയിന്റ് നമ്പർ 1, ഫോറിൻ ഇൻകം ഇന്ത്യയിൽ ടാക്സ് ചെയ്യണോ വേണ്ടയോ എന്നറിയാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയണം. അസസിയുടെ സ്റ്റാറ്റസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എല്ലാ ഫോറിൻ ഇൻകവും ഇന്ത്യ ടാക്സ് ചെയ്യും. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ രണ്ട് ഫോറിൻ ഇൻകം മാത്രമേ ഇന്ത്യ ടാക്സ് ചെയ്യുള്ളൂ. ഫോറിൻ ബിസിനസ് ഇഫ് ദ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ രണ്ട് ഇൻകം മാത്രമേ, ഫോറിൻ ഇൻകം മാത്രമേ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ ടാക്സ് ചെയ്യുള്ളൂ. നോൺ റെസിഡന്റിന് ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുന്നതിന്റെ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് ഇതാണ്, ടു ഡിസൈഡ് വെദർ ദ ഫോറിൻ ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ ഓർ നോട്ട്. 2, ഇൻകം ടാക്സ് ആക്ടിനകത്ത് ടാക്സ് പ്ലാനിംഗ് അഥവാ ചാപ്റ്റർ 6 റിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റർ 6 റിഡക്ഷൻസ് 80C തൊട്ട് 80U വരെയാണല്ലോ. ദാറ്റ് ഈസ് സെക്ഷൻ 80C, 80CCC, 80CCD, 80CCE, 80CCH, then section 80D, double D, DDB, and then section 80E, 80EE, 80EEA, 80EEB, and then 80G, 80GG, GGA, GGB, GGC, 80QQB, RRB, JJAA, 80TTA, 80TTB, 80U. ഇത്രയും ചാപ്റ്റർ 6 അസസി റെസിഡന്റ് ആണെങ്കിൽ മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റിഡക്ഷൻസ് ആണ് 80DD, 80DDB, 80QQB, 80RRB, 80TTB, 80U. So these chapter 6 reductions are available only if assessee is resident. അപ്പൊ റെസിഡന്റ് സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ റീസൺ, ചാപ്റ്റർ 6 ഈ 6 റിഡക്ഷൻ കിട്ടണമെങ്കിൽ അസസി റെസിഡന്റ് ആയിരിക്കണം. 3, ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 87A പ്രകാരം റിബേറ്റ്, ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 87 റിബേറ്റ്, ദാറ്റ് ഈസ് ഡിഫോൾട്ട് ടാക്സ് റെജിമില് ₹25,000 വരെ റിബേറ്റ് പോസിബിൾ ആണ് ഇഫ് ദ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 7 lakhs. ഓപ്റ്റ് ഔട്ട്, ഡിഫോൾട്ട് സെക്ഷൻ 115 BS നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇഫ് ദ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakhs, a rebate can be claimed up to ₹12,500. So this rebate is available only if assessee is a resident. Assessee non-resident ആണെങ്കിൽ rebate under section 87A not available. നമ്പർ 4, 87 റിബേറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്ട്, റെസിഡന്റ് സീനിയർ സിറ്റിസൺസിന് ഇന്ത്യയിലെ ബേസിക് എക്സംഷൻ റുപ്പീസ് എന്ന് പറയുന്നത് 3 lakhs, ഇനി അതല്ല വെരി റെസിഡന്റ് സീനിയർ സിറ്റിസൺ ഏജ് 80 or above ആണെങ്കിൽ 5 lakhs. 60 to 79 വരെ ഏജ് ഉള്ള സീനിയർ സിറ്റിസൺ റെസിഡന്റ് ആണെങ്കിൽ മാത്രമേ ഓപ്റ്റ് ഔട്ട് എന്ന് പറയുന്ന നമ്മുടെ ടാക്സ് സിസ്റ്റത്തിനകത്ത് 3 lakhs ബേസിക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റെസിഡന്റ് വെരി സീനിയർ സിറ്റിസൺ ഏജ് 80 or above ആണെങ്കിൽ ഓപ്റ്റ് ഔട്ടിന്റെ കേസിൽ 5 lakhs വരെ ബേസിക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ അത് കിട്ടണമെങ്കിൽ അസസി റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആയിരിക്കണം. വെറും സീനിയർ സിറ്റിസൺ ആയാൽ പോരാ, റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആയിരിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അടുത്ത ഇമ്പാക്ട്, നമ്മുടെ രാജ്യത്ത് 2 തരത്തിലാണ് ടാക്സ് സിസ്റ്റം ഉള്ളത്. ഒന്ന് ഫ്ലാറ്റ് റേറ്റ് ടാക്സും മറ്റൊന്ന് സ്ലാബ് റേറ്റും. ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 112, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A. ഈ 2 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് ചെയ്യുന്ന സമയത്ത് അൺഎക്സോസ്റ്റഡ് അഥവാ അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അസസി മസ്റ്റ് ബി റെസിഡന്റ്. നോൺ റെസിഡന്റ് ആണെങ്കിൽ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ കൂടെയോ 112A ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ കൂടെയോ 111A ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസസി റെസിഡന്റ് ആയിരിക്കണം. ഇനി ഒരു അസസി റെസിഡന്റ് ആണെങ്കിൽ കിട്ടുന്ന അടുത്ത അഡ്വാൻറ്റേജ്, റെസിഡന്റ് സീനിയർ സിറ്റിസൺ ഏജ് 60 or more ഡസ് നോട്ട് ഹാവ് PGBP ഇൻകം. അങ്ങനെയുള്ള ഒരു റെസിഡന്റ് സീനിയർ സിറ്റിസന് അയാളുടെ ടോട്ടൽ ഇൻകം, അതിന്റെ ടാക്സ് ലൈബിലിറ്റി 10,000 അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അഡ്വാൻസ് ടാക്സ് ഈസ് നോട്ട് മാൻഡേറ്ററി. അപ്പൊ അഡ്വാൻസ് ടാക്സ് നോർമലി ഇന്ത്യക്കകത്ത് 10,000 or more ടാക്സ് ലൈബിലിറ്റി ഉള്ള എല്ലാ വ്യക്തികളും നിർബന്ധമായി അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമെന്നാണ്. പക്ഷേ റെസിഡന്റ് സീനിയർ സിറ്റിസൺ ഏജ് 60 or more റെസിഡന്റ് ഡസ് നോട്ട് ഹാവ് PGBP ഇൻകം, ദെൻ അഡ്വാൻസ് ടാക്സ് ഈസ് നോട്ട് മാൻഡേറ്ററി. അപ്പൊ പ്രധാനമായി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പഠിക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്ട് ഇതാണ്. അപ്പൊ CA ഇന്റർമീഡിയറ്റിന്റെ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് മൊമെന്റിൽ സമ്മറി ആയിട്ട് ഓർക്കുക. CA ഫൈനൽ ആംഗിളിലേക്ക് വരുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുന്നതിന് വേറെയും ഇമ്പാക്ടുകളുണ്ട്. കാരണം നോൺ റെസിഡന്റിന്റെ ടാക്സേഷൻ വരുമ്പോൾ ഇമ്പാക്ട് ഉണ്ട്, നോൺ റെസിഡൻസിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെ തുടങ്ങി കുറച്ച് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്റർമീഡിയറ്റിന്റെ ആംഗിളിൽ ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്.